തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തെ കയറി പോയിക്കേ. പോലീസിനെ വിളിച്ചത് നിന്റെ പാതിയാണ്. ഇപ്പൊ കത്തിക്കില്ല. അപ്പൊ ജോസായിരുന്നു. നീ എന്ത് പ്രാന്തിയെ കാണിക്കണേ? എന്റെ ജോസ് എന്തൊട്ട് പ്രശ്നം? എന്നൊരു ഞാൻ കൊല്ലണ പന്നി. നീ സാമ്പിൾ ഉപ്പില് എന്തൊട്ടൊക്കെ നീ കാണിക്കണേ? വാങ്ങട്. പതായിരുന്ന കാര്യം ആ മതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം. ചന്ദ്രൻ പോയിട്ടിപ്പോ വർഷം 15 കഴിഞ്ഞു അല്ലേ? കർക്കിടകം കഴിഞ്ഞ 16 ആവും. ആ മോനെ, കുമാരേട്ടനെ അറിയില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ വലിയ കൂട്ടായിരുന്നു. കുമാരേട്ടന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്താ? നീ ഇങ്ങോട്ട് വാ. ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാം. ഷർട്ടൊന്നും വേണ്ടാന്നേ, നീ ഇങ്ങോട്ട് വാ ഫസ്റ്റ്. കുപ്പിക്കാവും മോനെ ജിനു. ജിനല്ല. അതെന്തെങ്കിലും ആട്ടെ. എന്നെ കുമ്പം കുമാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയൂ. എനിക്ക് പണ്ട് ഈ കല്ലൂര് വാറ്റായിരുന്നേ. അന്ന് ചാരായത്തിന് 1 രൂപ 50 പൈസ. നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്ന് പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ. ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ കുറച്ച് മുന്നാ. നീയാകെ വളർന്നൊരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയില്ലോടാ. ചേട്ടാ വന്ന കാര്യം പറഞ്ഞേ. കുപ്പി എവറാ? എന്ത് കുപ്പി? എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. ഇതാ കൊച്ചിറക്ക, കുപ്പി നീ താത്തിയതാണെന്നും 1 കുപ്പി പോലും നീ വിറ്റിട്ടില്ലാന്നും ഈ ചുറ്റുവട്ടത്തൊക്കെ തിരക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്നേ. മോനെ വിനു, ഇങ്ങോട്ടേക്ക്. നിന്റെ പുറകിൽ എക്സസൈസ് ഉണ്ട്. സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കലിട്ട് പോവാന്നാ നീ കരുതിയേ? നടക്കില്ല വിനു. എക്സസൈസ് നിന്നെ പൂട്ടും. പക്ഷെ ഈ കുമാരേട്ടൻ വന്നത് വേറൊരു ഡീലായിട്ടാ. കുപ്പി ഒന്നിന് 5000 രൂപ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിണ്ടാ. ആര്? പുലിപ്പാറക്കുന്നിൽ ഗോഡ്സൺ തനിയൻ ഗ്ലാഡ്സൺ അണ്ടർവേൾഡ് കിങ്സ്. എത്ര കുപ്പി ഉണ്ടാ നിന്റെ കയ്യില്? പതുക്കെ പറ. എത്ര കുപ്പിയുണ്ട് നിന്റെ കയ്യില്? ഒരു 31 കുപ്പി കാണും. 30 കുപ്പിക്ക് 5000 രൂപ വെച്ച് 30 ലിറ്ററിന് 1.5 ലക്ഷം രൂപ പറ്റുമോ? കുപ്പി അങ്ങനെ എളുപ്പെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല. പുറകിലാണ് എക്സസൈസ് ഉണ്ട്. എനിക്കൊരു സമയം വേണം. ഇത് 10000 അഡ്വാൻസ്, ബാക്കി കച്ചവടം നടന്നിട്ട്. മനസ്സിലായ? കുമാരൻ്റെ ഡീൽസൊക്കെ ഇങ്ങനെയാ, സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ. ഓക്കെ? ഇനിയിപ്പോ ഷർട്ടോ എന്താ പേടിയാവുണ്ട് വിനു. അച്ഛനാണെങ്കിൽ ജാതകവും പോയി നോക്കി 10 പൊരുത്താന്നൊക്കെയാ പറയണേ. അവൻ എത്രയും പെട്ടെന്ന് നടത്താനുള്ള പ്ലാനില്ല. ഏയ് നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സംഗതി സെറ്റായ കുറച്ച് കാശിൻ്റെ കയ്യിൽ വരും. കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്താ ഇവിടെ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. നീ വരുമ്പോഴേ ആ പാപ്പന്റെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് വാ. ആ ശരി. നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരി. ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം. ഞാൻ പോട്ടെ. നീ പോളേ? അങ്ങനെ പോ. പാപ്പ ഒരു ഗ്ലാസ് അല്ല, 1 ഗ്ലാസ് കുടിക്കണത് നല്ലതാ. നല്ല ശോധന കിട്ടും. കുടിച്ചോ. എനിക്കും വയറിന് ലേശം പ്രശ്നം ഉണ്ടായിരുന്നു. നീ വല്ല ഗുളികയുമായി കഴിച്ചടാ. പാപ്പോയ്, മത്തങ്ങ എന്താ വരാ? മത്തങ്ങ കൊടുക്കണില്ല. കുമ്പളങ്ങ കൊടുക്കണില്ല. എന്തെനിക്കൊരു 1 കിലോ പരിപ്പുതാ. പരിപ്പ് തീർന്നു പോയി. പരിപ്പല പാപ്പ എനിക്കിപ്പോ തന്നെ. അതോടുകൂടി ഇവിടുത്തെ തീർന്ന്. നീ പൊക്കടേക്ക. അപ്പൊ എനിക്ക് തരാൻ ഈ കടയിൽ ഒന്നുമില്ല. നിനക്ക് തരാൻ ഒന്നുമില്ല. ആയിക്കോട്ടെ. പൊക്ക.
കുമ്പളങ്ങ അവിടെ വെക്കടാ. കളവന്റെ ഒരു കുമ്പളങ്ങ. 30 ലിറ്റർ സാധനം അവിടെ വെച്ചിട്ട് ഒരു പെഗ് തരാത്തവനവൻ പച്ചവെള്ളം അവന് കൊടുത്തു പോകരുത്. കൊടുക്കരുത്. ആ എന്നെ കല്യാണം വിളിക്കാത്ത തെണ്ടിയത്. ആ. വെറുതെ അല്ല പെങ്ങൾ വിളിച്ചോടി അല്ലേ? ഒട്ടും കൊത്തില്ലടയ്ക്ക. ഒട്ടും കൊത്തില്ല. ഞാൻ മുണ്ടോ ശരിക്കട്ടെ. എന്താ സുമേഷേ, മൊത്ത സീനാണ്. എന്തല്ലയാ, നിന്നെ അന്വേഷിച്ച എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട്. കണ്ടപ്പോ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായി. ഏതേലും ഉണ്ടാവും ഇട്ട് കൊടുക്കൂട്ടാ, ഉറപ്പാണളിയാ. പണിയാട്ടാ. നീ സാധനം എവിടെയാ താഴ്ത്തിയേ? അതൊക്കെ ഉണ്ട്, സീക്രട്ടാ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒന്നുമില്ലടി. ഒന്നുമില്ലേ? സുമേഷേണ്ട മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തിട്ടാ കാര്യം പറയ്. ഒന്ന് പോയിടി അവിടെ നിന്ന്. നിനക്ക് എൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ? നിനക്ക് ആ സീരിയലിൽ പ്രശ്നം പറഞ്ഞിട്ട് ഇരുന്ന പ്രശ്നം. ഇന്ന് ഞായറാഴ്ചയാ, സീരിയലൊന്നും ഇല്ല. നെഞ്ചത്തോട്ട് കയറും അവളുടെ കാര്യം അന്വേഷിക്കും. ഞാൻ അന്വേഷിക്കും. നിനക്ക് തയ്ക്കാനൊന്നുമില്ലടി. തയ്ക്കാനൊന്നും ഇല്ല. എന്താ കളിയാ, ഭയങ്കര ചുമയാണല്ലോ. ആളാ സിഗരറ്റ് വലിച്ചിട്ടേ കപം കെട്ടിന്ന് ഭയങ്കര വലിയപ്പോ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. എന്തോ കാണിച്ചിട്ടുണ്ട്. ഹേയ് വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല, ഒരു ഏത്ത പോലും പഴുക്കൂല, ഒരു പൂത്തിരി പോലും കത്തൂല, ഒരു കാലച്ച പോലും കേക്കൂല. വസന്തം വരട്ടെ, വർണ്ണങ്ങൾ വിരിയട്ടെ, കവികൾ എഴുതട്ടെ, പാട്ടുകൾ പാടട്ടെ. ആ ഫോണിനടുത്ത് ആ സൗമ്യ, നീ അറിഞ്ഞ എന്ത്? എടാ നമ്മുടെ വിനുനെ. അപ്പൊ നീ അറിഞ്ഞില്ലേ? പറയടാ. നമ്മുടെ വിനുനെ കൊറോണയാ. കൊറോണയാ? എപ്പോ? ഞാൻ ഇന്നലെ കൂടെ കണ്ടാണല്ലോ അവനെ. അതല്ല ഞാൻ നിന്നെ വിളിച്ചേ, പുറത്താരും അറിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോ അവൻ ഭയങ്കര ചുമ. അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത്. പുറത്ത് പറയാനുള്ള മടിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ച് ഒത്തിക്ക് തീർക്കാനുള്ള പരിപാടിയാ. അത് കൊള്ളാലോ. ഇനിയിപ്പോ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും. ആരേലും എന്തേലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ മതി, കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്നലെയും കൂടി ഞാനും കപ്പനും സാമ്പാറും പാലത്ത് വെച്ച് അവനെ കണ്ട് സംസാരിച്ചാണ്. ശരിയാ, അപ്പൊ അവന് നല്ല ചുമയുണ്ടായി. പറഞ്ഞൂടെ? ആ സംഭവം കൊറോണയാണ്, അറിയാലോ സിനി. നമുക്ക് കൈകാര്യം ചെയ്യും. ശരിയളിയാ. എങ്ങാനും വരുമോ? ആ പറയടാ. എടാ സാമ്പാറ, നീ അറിഞ്ഞ എന്ത്? നമ്മുടെ വിനുവിന് കൊറോണ. കൊറോണയാ? സോമി പറഞ്ഞതാ. എന്നോട് പറഞ്ഞില്ല. നീ ഇനിയിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട, കുറച്ച് സീനാ. ആണോ? അളിയ സ്വാമിയെ, നമ്മുടെ വിനുവിന് കൊറോണയാണ്. നീ ഇതെങ്ങനെ അറിഞ്ഞേ? നമ്മുടെ സുമേഷ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ പറഞ്ഞതാ. നീ ഇതാരോടും പറയാൻ നിൽക്കണ്ടട്ടാ. ഞാൻ പറയില്ലേ? ശരിയാ. ആ സാമ്പാറെ പറയടാ. നീ അറിഞ്ഞ എന്ത്? നമ്മുടെ വിനുവിന് കൊറോണന്ന്. കൊറോണയാ? അമ്മേ, ഇത്തിരി മഞ്ഞൾ വെള്ളം തിളപ്പിച്ചോ.